അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവനിഷേധത്തെക്കുറിച്ച്, മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്ന പല നിയമങ്ങളുടെയും ആയുസ്സിനെക്കുറിച്ച്, അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച്, തനിക്കെന്നെന്നും ലഭിക്കുമെന്നും തൻ്റെ കൂടെ മരണം വരെ ഇതൊക്കെ ഉണ്ടാകുമെന്നും വിചാരിച്ച്, മരണത്തിന് ശേഷവും തനിക്കിതിന് പ്രതിഫലം കിട്ടുമെന്നും വിചാരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളല്ലാത്ത കർമ്മം ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച്, ഇങ്ങനെ പല ഉപമകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ പല നിരാശയെക്കുറിച്ചും അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചും അവരുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചും വിഡ്ഢിത്തത്തെക്കുറിച്ചും മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ ഫത്തഹിൽ അതിമനോഹരമായ ഒരു ആയത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ബൈഹാർട്ടായി പഠിക്കണം. എല്ലാ ആയത്തുകളും മനോഹരമാണ്, പക്ഷേ ഈ ആയത്ത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടും, വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സൂറത്തുൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വിജയം എന്നാണ്. ഈ വിജയത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ആമുഖം, ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നിങ്ങളൊന്ന് തഫ്സീറൊക്കെ മുമ്പിൽ വെച്ചൊന്ന് വായിക്കുക. എങ്ങനെയാണ് ഈ ഫത്തഹ് എന്ന സൂറത്ത് ഏത് സമയത്താണ് ഉണ്ടായത് എന്ന് ഹുദൈബിയ സന്ധിയെക്കുറിച്ചൊക്കെ അതിൽ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ്, 29ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. മുഹമ്മദ് റസൂലുള്ള, തീർച്ചയായിട്ടും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. വല്ലദീന മഅഹു, ഇങ്ങനെ പ്രവാചകൻ്റെ കൂടെയുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾ, അഷിദ്ദാഉ അലൽ കുഫാരി, സത്യനിഷേധികളോട് വല്ലാത്ത ശത്രുതയുള്ളവരാണ്, വൈര്യമുള്ളവരാണ്. റുഹമാഉ ബൈനഹും, എന്നാലോ അവർക്കിടയിൽ അവർക്ക് ഭയങ്കര കാരുണ്യവും പരസ്പരം സ്നേഹവും ഇഷ്ടവുമുള്ളവരാണ് അവർ. തറാഹും, ഈ സത്യവിശ്വാസികളിൽ അവരെ കാണാൻ സാധിക്കും റുക്കഅൻ സുജ്ജദൻ, റുകൂ ചെയ്യുന്നവരായിട്ടും സുജൂദ് ചെയ്യുന്നവരായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരെ കാണുവാൻ സാധിക്കും. യബ്തഊന ഫളലൻ മിനല്ലാഹി വറിളവാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് റുകൂഉം സുജൂദും ചെയ്യുന്നവരായിക്കൊണ്ട് അവരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസറി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ അടയാളം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദാലിക മസലഹും ഫി തൗറാത്ത്, ഇതാണ് തൗറാത്തിൽ അവരെക്കുറിച്ചുള്ള ഉപമ. വ മസലഹും ഫിൽ ഇഞ്ചീൽ, എന്നാൽ ഇഞ്ചീലിൽ അവരുടെ കുറിച്ചുള്ള ഉപമ കസറഇൻ, ഒരു വിളയെ പോലെയാണ്. അഖ്റജ ശത്അഹു, അത് അതിൻ്റെ വിളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഫആസറഹു, എന്നിട്ട് അതിനെ ശക്തിപ്പെടുത്തി. ഫസ്തഅലല, അങ്ങനെ അത് കരുത്തു നേടുകയും ചെയ്തു. വസ്തവ അലാ സൂഖിഹി, അതിൻ്റെ തണ്ടിൽ ശക്തമായി നിലകൊള്ളുകയും ചെയ്തു. യുഅജിബു സുറാ, കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ലിയഇള ബിഹിമുൽ കുഫാർ, സത്യനിഷേധികൾക്ക് കോപമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി, വല്ലാതെ കോപാകുലരാകുവാൻ വേണ്ടി. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കും സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മിൻഹും മഅഫിറതൻ വ അജ്റൻ അളീമ, തീർച്ചയായിട്ടും അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ ആയത്തൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഹമ്മദ് റസൂലുള്ള, അല്ലേ? ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഇനിയോ അവർക്ക് ഭയങ്കരമായ വൈര്യമാണ്, ദേഷ്യമാണ്, അല്ലെങ്കിൽ വെറുപ്പാണ്, ശത്രുതയാണ്, യാതൊരു സന്ധിയും അവരോടില്ല സത്യനിഷേധികളോട്. എന്നാൽ അവർക്ക് പരസ്പരം ഭയങ്കരവും ഇഷ്ടവും സ്നേഹവുമാണ്. അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് സുജൂദിൻ്റെ അടയാളം കാണുവാൻ സാധിക്കും. അവർ റുകൂഉം സുജൂദും ചെയ്യുന്നവരായിട്ട് നിങ്ങളെ അവരേക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയാണ് അവരെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇഞ്ചീലിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വിളയോടാണ്. ഇത് നമുക്ക് ആദ്യത്തെ ഉദാഹരണം, തൗറാത്തിൽ പറഞ്ഞ ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ വിനയാന്യതരായ,
പരസ്പരം സ്നേഹവും ഇഷ്ടവുമുള്ള, എന്നാലോ പിന്നെ വിനയമുണ്ട്, സ്നേഹവും ഇഷ്ടവുമുണ്ട്, ആളുകളോട് ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് കുഫറിനോടോ സത്യനിഷേധത്തോടോ ഒരു സന്ധ്യ സംഭാഷണത്തിന് അവർ തയ്യാറല്ല. സന്ധ്യ സംഭാഷണത്തിന് തയ്യാറാണ്, അവർക്കൊരു എന്താ പറയുക, അവരുടെ മുമ്പിൽ തലകുനിക്കാൻ അവർ തയ്യാറല്ല. അവരുടെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് അവർ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന് ഇഞ്ചിയിൽ അവരെ കുറിച്ചിട്ടുള്ള ഉദാഹരണം ഇതാണ്. ഒരു വിളവ് അത് ശക്തമായിട്ട് പുറത്തു വന്നു, പിന്നീട് അതിങ്ങനെ തടിച്ചു കൊഴുത്തു ശക്തമായി, പിന്നീട് അത് അതിൻ്റെ തണ്ടിൽ മേൽ തന്നെ നിൽക്കുവാൻ തുടങ്ങി. ശത്രുക്കൾക്ക് ഭയങ്കര കോപം ഉണ്ടാക്കാനും ആ കൃഷിക്കാർക്ക് ഭയങ്കരമായ സന്തോഷവും അത്ഭുതവും തോന്നുവാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പഠിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ശത്രുക്കൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ അനുഭവപ്പെട്ടു, കോപം തോന്നി ഇവരുടെ വളർച്ചയിൽ, മുസ്ലിങ്ങളുടെ വളർച്ചയിൽ. എന്നാലോ മുസ്ലിങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വീണ്ടും വീണ്ടും വിശ്വസിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ചുകൂടി നമ്മൾ പഠിക്കണം. അത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു പ്രവാചകനും സംഘവും എന്ത് ചെയ്യുന്നു, ഉംറ നിർവഹിക്കുവാൻ പോകുന്നു, കഅബയിലേക്ക് പോകുന്നു മദീനയിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വപ്നം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പിറ്റേന്ന് സഹാബാക്കളോട് പറയണം, ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യണം, ഉംറ ചെയ്യാൻ വേണ്ടി പോകണം, മക്കയിലേക്ക് പോകണം. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര അത്ഭുതം. കാരണം കുറേ ആളുകളെ ക്ഷണിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഒഴിഞ്ഞു മാറി. കാരണം ഉറപ്പല്ലേ, ഖുറൈശികൾ കൊന്നുകളയും. പക്ഷെ 1400 ആളുകളോളം ആളുകൾ, സത്യവിശ്വാസികൾ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ, താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ളതാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആകെ അറവ് മൃഗങ്ങളെ അറുക്കുവാനുള്ള കത്തി മാത്രമേ ഉള്ളൂ. അറവ് മൃഗങ്ങളും കൂടെയുണ്ട്. അങ്ങനെ അവർ പോയി. ഇത് മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞു, ഖുറൈശികൾ അറിഞ്ഞു. അവർ പ്രശ്നമാക്കാൻ തുടങ്ങി. അവർക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടായി. കാരണം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിലാണ് അവർ ഉംറക്ക് പോകുന്നത്. പക്ഷേ ആ സമയത്ത് അവരെ തടഞ്ഞാൽ അറബികൾക്കിടയിൽ ആകെ അസംതൃപ്തി ഉണ്ടാകും. കാരണം ഒരു കൂട്ടരും എന്ത് ചെയ്യരുത്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ആക്രമിക്കരുത്. അങ്ങനെ അവർ ആശയക്കുഴപ്പമായ അവസാനം അവർ ആലോചിച്ച് തീരുമാനിച്ചു, ഇനി അവരെ തടയാണ്ടിരുന്നാലോ ആളുകൾ പറയും, മുഹമ്മദിൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയല്ലോ എന്ന്. അങ്ങനെ ഒടുവിൽ അവർ ആലോചിച്ച് തീരുമാനിച്ചു തടയുക തന്നെ. അങ്ങനെ തടയാൻ വേണ്ടി കോപ്പ് കൂട്ടി അതിനടുത്തുള്ള ഒരു ഗോത്രത്തിൻ്റെ തലവനോട് പറഞ്ഞ് അവർ പോയി തടയണം. അങ്ങനെ അവർ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങളൊരു ആക്രമണത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യുവാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് തവാഫ് ചെയ്യുവാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, ഖുറൈശികളോട് പോയി പറഞ്ഞു. അപ്പോൾ ഈ ഖുറൈശികൾ എന്ത് ചെയ്തു, ഒരു സൂത്രം പ്രയോഗിച്ചു. ആ മനുഷ്യനോട് പറഞ്ഞു, താങ്കൾ പോയിട്ട് പ്രവാചകനെ തടയണം, സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അപ്പോൾ ഖുറൈശികളുടെ ധാരണ, എന്തായാലും സംസാരിച്ച് അനുസരിച്ചില്ല എങ്കിൽ ആ ഗോത്രം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർത്തോളും. കാരണം നേതാവിനെ അനുസരിച്ചില്ലല്ലോ, അവരുടെ നേതാവിനെ. പക്ഷെ അദ്ദേഹം പോയി നോക്കുമ്പോഴത്തേക്കും പ്രവാചകനും സംഘവും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ട്, അറവ് മൃഗങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ യുദ്ധം ചെയ്യാൻ വന്നതല്ല, ഇവർ തവാഫ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ വന്നതാണ്. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം അതിന് സമ്മതിച്ചു. പക്ഷെ പിന്നീട് പല ഗോത്രങ്ങൾ കൊണ്ടും ഖുറൈശികൾ ഇതിന് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ടെൻറ്റിന് നേരെ, ഉംറ നിർവഹിച്ചില്ല, ഉംറ നിർവഹിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ ഇവരുടെ ടെൻറ്റിന് നേരെ ആക്രമണങ്ങളുണ്ടായി, കല്ലെറിയാൻ തുടങ്ങി. അവരെയൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വെറുതെ വിട്ടു. വേറൊരു സംഘം വന്നു, അവർക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി. അങ്ങനെ അവരെയും പിടിച്ചു, അവരെയും വെറുതെ വിട്ടു. ഇങ്ങനെ പല വർത്തമാനങ്ങളും ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. ആളുകൾക്കാകെ ആശയക്കുഴപ്പമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയിട്ട് ഖുറൈശികളോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു അഭ്യൂഹം പരക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നമുക്ക് ഒരു കരാറിൽ ഏർപ്പെടാം. ബൈഅത്തു റളിവാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖമായ കരാർ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ അവസാനം വരെ ഒരുമിച്ച് നിൽക്കുമെന്നതായിരുന്ന കരാറ്. പിന്നീട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് യാതൊരു അപകടവും പറ്റിയിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഖുറൈശികളാകെ പ്രതിസന്ധിയിലായി, എന്ത് ചെയ്യണമെന്നറിയാണ്ടായി. അങ്ങനെയാണ് ഒരാളെ വിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും
ഹുദൈബിയ സന്ധി എന്നൊരു സന്ധി ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം, ആ കരാറിലെ വ്യവസ്ഥകൾ. അതുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചരിത്രം, ഒരു പോയിന്റ് ഇതായിരുന്നു: മക്കയിൽ നിന്ന് മദീനയിലേക്ക് വല്ലവരും ഇസ്ലാം സ്വീകരിച്ചു പോയാൽ അവരെ തിരിച്ചയക്കണം. ഇനിയോ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇസ്ലാം ഉപേക്ഷിച്ച ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അംഗീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പോലും പിന്നീട് പറയുന്നത്, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയല്ലേ, പിന്നീട് എന്തിനാണ് ഇതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കലാണല്ലോ തീർച്ചയായിട്ടും വിജയം എന്ന് ഞാനൊരു നിമിഷം സംശയിച്ചു. ആ സംശയത്തിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹം പശ്ചാത്തപിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹുദൈബിയ സന്ധി നടന്നു. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന, ഇതാണ് സൂറത്തുൽ ഫതഹിലെ 1-ാമത്തെ ആയത്ത്. നിങ്ങൾ വിചാരിക്കാതെ, നമ്മൾ വിചാരിക്കും ഇത് പരാജയമാണെന്ന്. ഖുറൈശികളും ആഘോഷിച്ചു, അവർ വിജയിച്ചെന്ന് കരുതി. പക്ഷെ അത് യഥാർത്ഥത്തിൽ പരാജയമായിരുന്നു. അതിൻ്റെ കുറച്ച് കാരണങ്ങൾ കൂടി ഈ ആയത്തിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് മനസ്സിലാക്കുക എങ്ങനെയാണ് ആ വിളവ് കൂമ്പിൽ നിന്നും പുറത്തു വന്ന് തടിച്ചു കുഴച്ച് സ്വന്തം അസ്തിത്വത്തിൽ തന്നെ നിൽക്കാൻ എങ്ങനെയാണ് അതിന് സാധിച്ചത്. അത് കണ്ട് കർഷകർക്ക് എങ്ങനെയാണ് ആഘോഷിക്കാനും സന്തോഷിക്കാനും സാധിച്ച്. ഇത് കണ്ട് ഇവരുടെ വളർച്ചയും ഇവരുടെ വിജയവും കണ്ട് വല്ലാതെ കോപവും അസൂയമുള്ളവരായിട്ട് എങ്ങനെയാണ് മുശ്രിക്കുകൾ മാറിയത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നേരത്തെ സൂചിപ്പിച്ചു, ഇങ്ങനെ സന്ധ്യ സംഭാഷണത്തിൽ 10 വർഷക്കാലം ഇനി യുദ്ധമുണ്ടാവില്ല എന്നതായിരുന്നു സന്ധി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ആളുകളെ അയക്കുകയും ചെയ്തു. വ്യത്യസ്ത ഗോത്രങ്ങളെ കാണുകയും സന്ധ്യ സംഭാഷണം നടത്തുകയും ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയും ചില ആളുകളുമായിട്ട് ഒരു സന്ധ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ 19 വർഷക്കാലം എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേടാൻ സാധിക്കാത്തത്, ഈ 10 വർഷക്കാലത്തിന് ഈ ചെറിയൊരു ഗ്യാപ്പ് കൊണ്ട് പ്രവാചകൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ, ആദ്യം ഉംറ നിർവഹിക്കാൻ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ 1400 പേരായിരുന്നെങ്കിൽ പിന്നീട് 2 വർഷത്തിന് ശേഷം അത് 10,000 ആയിരുന്നു എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സമയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിച്ചതിൻ്റെ പേരിൽ, പ്രവാചകനെ അനുയായികൾ അനുസരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിനുണ്ടായ നേട്ടം ചെറുതല്ല. ഒരു കാര്യം കൂടി പറയാം. അതിൽ അബൂ ബസ്വീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും പിറകിൽ ആരും വന്നു, ഖുറൈശികൾ വന്നു, കാരണം തിരിച്ചു കൊണ്ടുപോകണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചേൽപ്പിച്ചു, കരാറാണത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? മക്കയിലേക്ക് പോകുന്ന വഴിയിൽ വീണ്ടും ഇവരുടെ ഇടയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ ഈ മനുഷ്യൻ മക്കക്കും മദീനത്തിലും ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഒളിത്താവളത്തിൽ കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ തിരിച്ചു ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകൻ തിരിച്ചയക്കുകയും ചെയ്ത ആളുകൾ എന്ത് ചെയ്തു? ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് രക്ഷപ്പെടുകയും ഇങ്ങനെ അബൂ ബസ്വീറിൻ്റെ കൂടെ കഴിയുകയും അങ്ങനെ ഏകദേശം അവരൊരു 60-70 ആളാവുകയും ചെയ്തു. പിന്നീട് മക്കക്കാർ അതുവഴി പോകുന്ന സമയത്ത് ഖുറൈശികളെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ, ഒരു നിവൃത്തിയുമില്ലാതെ ഖുറൈശികൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കരാറിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്ക് പിന്മാറാം. ആ നിബന്ധനയിൽ നിന്നെന്ന് പറഞ്ഞാൽ, ആരാണോ ഇസ്ലാം സ്വീകരിച്ച് വരുന്നത് അവരെന്ത് ചെയ്യണം? താങ്കൾ മദീനയിൽ തന്നെ വെക്കൂ എന്ന് പറയേണ്ടി വന്നു അവർക്ക്. എന്ന് പറഞ്ഞാൽ പല നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വിജയമായിരുന്നു. ഇത് കണ്ട് ലിയുഅയ്ല ബിഹിമുൽ കുഫാർ, സത്യനിഷേധികൾക്ക് വല്ലാത്ത കോപമുണ്ടായി. എന്നാലോ യുഅജിബു സുറാ, അത് വളരെ ചെറിയ കാര്യമാണ് ചെയ്തത്. ആ സമയത്ത് വളരെ അസംതൃപ്തിയുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് കരുതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പറയുന്ന നേതാവിനെ അനുസരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇസ്ലാമിനുണ്ടായ വിജയത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ ആദ്യം മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്ത് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അനുസരിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തെ അനുസരിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് അള്ളാഹു തീർച്ചയായിട്ടും വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിജയം കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും എന്നതാണ് ബദറും അതിനുശേഷമുള്ള ഉഹദും അതിനുശേഷമുള്ള യുദ്ധങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കം ഫതുഹ് അതാണ് പഠിപ്പിക്കുന്നത്. വളരെ ഒരു ചെറിയ സംഘത്തിന് എങ്ങനെയാണ് മക്കയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധിച്ചതെന്നും അവരെങ്ങനെയാണ് സ്വന്തം കാമ്പിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിളവായി തീർന്നതെന്നും
ആ വിളവ് കണ്ട് അതിൻ്റെ കൂമ്പ് പൊട്ടി പുറത്തു വന്നു. അത് സ്വന്തം അസ്തിത്വത്തിൽ നിന്നും അത് കണ്ട് ഖുറൈശികൾ തന്നെ അത്ഭുതപ്പെട്ടു. ശത്രുക്കൾക്ക് ദേഷ്യവും അസൂയയും ഉണ്ടായി. ഇത് കണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെ അമ്പരപ്പുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാവുക ആ കൂട്ടത്തിന് തന്നെയാണ്. അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലൂടെ അവർക്ക് വിജയം വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവർക്ക് തന്നെ അത്ഭുതമാകും ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്നാൽ അതേ സമയത്ത് സത്യനിഷേധികളായ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾക്ക് വല്ലാത്ത അത്ഭുതവും തോന്നും. അത്ഭുതവും അതോടൊപ്പം അസൂയയും ദേഷ്യവും ഇങ്ങനെ ഇരട്ടിയായി ഇരട്ടിക്കുകയും ചെയ്യും. അള്ളാഹു ആയത്തിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിൽ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മഅഫിറത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ധാരാളമായിട്ടുള്ള പ്രതിഫലവുമുണ്ട്. അങ്ങേയറ്റത്തെ പ്രതിഫലവുമുണ്ട്. മഹത്തായ പ്രതിഫലവും കാരുണ്യവും പാപമോചനവുമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് വല്ലാത്ത മോട്ടിവേഷൻ തരുന്നതാണ് അല്ലേ. റബ്ബ് കൽപ്പിച്ചത് നിങ്ങൾ അനുസരിക്കുക. നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല, റബ്ബ് തീരുമാനിക്കുന്നത് പോലെയാണ് എന്നതാണ് ഈ ആയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അവരുടെ സ്വഭാവം, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, സുജൂദിൻ്റെ അടയാളങ്ങൾ മുഖത്തുള്ള, ആളുകളോട് ഭയങ്കരമായി കാരുണ്യം കാണിക്കുന്ന, പുറത്തു കൊടുക്കുന്ന, എന്നാലോ സത്യനിഷേധത്തോട് സന്ധിയില്ലാ സമരം ചെയ്യുന്ന ഒരു കൂട്ടർ. അവരിങ്ങനെ കൂമ്പ് പുറത്തിട്ട് സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് കൊഴുത്ത് തടിച്ച് ശക്തിയുള്ള ഒരു വൃക്ഷമായിട്ട്, ഒരു വിളവായിട്ട് മാറുന്നത്. ഇൻഷാ അല്ലാഹ് അത്തരത്തിലെ ആയത്തിന് നിങ്ങൾ പഠനവിധേയമാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.